A1 ടെക്സ്റ്റൈൽ ഈ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. A1 ടെക്സ്റ്റൈൽ, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ. ഫോൺ 919846146786. നഗരസഭാ ഭരണസ്തംഭനത്തിനെതിരെ കോതമംഗലം നഗരസഭാ ഓഫീസിനു മുന്നിൽ LDF മാർച്ചും ധർണയും നടത്തി. മുൻ MLA ആന്റണി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നഗരസഭ ഭരണസ്തംഭനത്തിനെതിരെ നഗരസഭാ ഓഫീസിനു മുന്നിൽ LDF മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മുൻ MLA ആന്റണി ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. ജനകീയ പങ്കാളിത്തത്തോടുകൂടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന കാര്യത്തിലും ഇടതുപക്ഷ ഗവൺമെന്റുകൾ പ്രത്യേകമായ പ്രാധാന്യം കേരളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വലിയ തോതിലുള്ള ഒരു സാമൂഹ്യ ജനകീയ മുന്നേറ്റം ഈ കേരളത്തിനകത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇന്നിപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താ? ഇപ്പോ ഭരണപക്ഷ കൗൺസിലർമാരായിട്ടുള്ള ചിലരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടാവും. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാരെ മാത്രം ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഓരോ ബഡ്ജറ്റും നിങ്ങൾ പരിശോധിച്ച കഴിഞ്ഞ 10 വർഷക്കാലവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ ബഡ്ജറ്റിലും ആനുപാതികമായ വർധനമാണ് പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് പ്രത്യേകമായി പരിഗണന ഗവൺമെന്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ വലിയ വിസ്മയം തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 102 സീറ്റ് നേടി അധികാരത്തിൽ വന്ന VD സതീശന്റെ നേതൃത്വത്തിലുള്ള കേരളത്തിലെ UDF ഗവൺമെന്റ്, ആ UDF ഗവൺമെന്റ് അധികാരമേറ്റ് 3 മാസം എത്തുമ്പോഴേക്കും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങളുമായി ഏറ്റവും അടുത്തിടപഴകുന്ന, ഏറ്റവും അധികം ബന്ധപ്പെട്ടു പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അട്ടിമറിക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. കണക്കുകൾ നിരത്തിയല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കേരള കോൺഗ്രസ് M സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം റോണി മാത്യു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ LDF നേതാക്കളായ CPS ബാലൻ, PP മൈദീൻ ഷാ, ജോണി കുര്യയ്യപ്പ്, പോൾ മുണ്ടയ്ക്കൽ, ഷാജി പീച്ചക്കര, ബേബി പൗലോസ്, സാജൻ അമ്പാട്ട്, സുധാ പത്മജൻ, KA നൌഷാദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണ്ണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.